കൂട്ടുകാരെ, അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോസ് ഞാൻ കോഴിയുടെ വീഡിയോ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ കോഴിക്ക് കൊടുക്കുന്ന മരുന്നുകളെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ പറയാമെന്ന് പറഞ്ഞ്, അപ്പോൾ ആ മരുന്നുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനൊക്കെ ഉള്ളതാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി പേരൊക്കെ പറയാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ മരുന്ന് പറയുന്നത് അത് വന്നിട്ട് ഓസോമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറപ്പാണ്. ഇത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന വെള്ളത്തിനകത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഇത് എത്ര ml ആയിരുന്നു? നമ്മൾ 20 ml വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അവർക്ക്. ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 10 ദിവസമാണ്. നമ്മുടെ കോഴിയുടെ മുട്ടയ്ക്കൊക്കെ കട്ടി വിടാൻ വേണ്ടി, കാൽസ്യം കൂടാൻ വേണ്ടിയിട്ട് നമ്മളിത് കൊടുക്കുന്നത്. പൊടിച്ചിലൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നാണ് ഇത്. അപ്പോൾ ഇത് 10 ദിവസം അടുപ്പിച്ച് കൊടുക്കണം. ആദ്യത്തെ ഡോസ് ഈ മരുന്ന് 10 ദിവസം ആദ്യമേ അടുപ്പിച്ച് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത മരുന്ന് രണ്ടാമത്തത്, ഇതും 10 ദിവസം കൊടുക്കണം. ഇത് എവിപ്ലെക്സ് എന്ന് പറയുന്ന ഒരു സിറപ്പാണ്. എവിപ്ലെക്സ് ഈസി എന്ന് പറയുന്ന ഒരു സിറപ്പാണ്. വിറ്റാമിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്ന, കോഴിക്ക് മറ്റു അസുഖങ്ങളും പ്രശ്നങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് നമ്മൾ. ഇത് മറ്റേ മരുന്ന് 10 ദിവസം കൊടുത്തതിന് ശേഷം അടുത്ത 10 ദിവസം ഈ മരുന്നാണ് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അത് 20 ml. കാരണം നമ്മൾ ഒരു ഇത്രയൊരു പാത്രമുണ്ട്, ആ പാത്രത്തിനകത്തോട്ട് 20 ml ഒഴിച്ചിട്ട് വെള്ളത്തിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. പാത്രമുണ്ട് ബക്കറ്റ് പോലെ, അതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് 10 ദിവസം അടുപ്പിച്ച് ചെയ്തു വെച്ചാൽ മിക്സ് ചെയ്താൽ ആ ഒരു ബക്കറ്റ് വെള്ളം ഒരു ദിവസത്തേക്ക് അവർക്ക് കാണും. പിറ്റേന്ന് പിന്നെയും തുടർന്ന് അടുത്ത് പോകും. അങ്ങനെ 10 ദിവസം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത 10 ദിവസം കൊടുക്കേണ്ട മരുന്നാണ് ഇത്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ലിവ് 52 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സിറപ്പാണ്. പ്രോട്ടക്ക്. ഇത് ഹിമാലയ ഒട്ടുമിക്ക മൃഗങ്ങൾക്കെല്ലാം നമ്മൾ കൊടുക്കുന്ന മരുന്നെന്ന് പറഞ്ഞാൽ കൂടുതലും ഇതാണ്, ഹിമാലയയുടെ ആണ്. ഇതും 10 ദിവസം. ലിവറിനും ഒക്കെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുന്ന മരുന്നാണ്. ഇതെല്ലാം 20 ml വെച്ചാണ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ നമ്മൾ കലർത്തി കൊടുക്കേണ്ടത്. ഇതെല്ലാം ഒരു ദിവസത്തേക്കേ ഉള്ളൂ, പിറ്റേന്ന് പിന്നെയും കൊടുക്കണം. അങ്ങനെ 10 ദിവസം. ഇത് നമ്മുടെ വിരയുടെ വിരയ്ക്ക് കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് തീർന്നേ. പിന്നെ ഇത് 10 ദിവസം, പിന്നെ ഇത് 10 ദിവസം, പിന്നെ ഈ മരുന്നും 10 ദിവസം. അങ്ങനെ ഇത് തുടർന്ന് എന്നും കൊടുത്തോണ്ടേ ഇരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 മാസത്തിൽ ഒരിക്കൽ കൊടുക്കുന്നതാണ് ഈ വിരയുടെ മരുന്ന്. ഇതിൻ്റെ പേരെന്ന് പറയുമ്പോഴത്തേക്കും ആൽബമർ എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ പേര്. ഇത് ക്ലിയർ ആവുന്നുണ്ടോ? 2 മാസത്തിൽ ഒരിക്കൽ മാത്രം. അത് അരബക്കറ്റ് വെള്ളത്തിൽ ഇതിന്റെ 2 അടപ്പ് മാത്രം. ഇത് 25 കോഴിക്ക് അരബക്കറ്റ് വെള്ളത്തിൽ ഈ അടപ്പിന്റെ 2 അടപ്പ് മരുന്ന് ഒഴിക്കണം. അത് രാവിലെ വെച്ച് കൊടുത്താൽ സന്ധ്യയാകുമ്പോഴത്തേക്ക് അതെടുത്ത് മാറ്റണം. മാറ്റിയിട്ട് പിന്നെയും തുടർന്ന് ഈ മരുന്നുകൾ ഓരോന്ന് കൊടുത്തോണ്ടിരിക്കണം. മരുന്ന് ഒഴിയേ ചെയ്യരുത്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, പണ്ട് നേരത്തെയൊക്കെ കോഴികളെന്ന് വെച്ചാൽ അസുഖം വന്ന് മരിച്ചു പോയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ ഇപ്പം ഞങ്ങളുടെ കോഴിക്കായി തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാവരും നല്ല ആരോഗ്യത്തോടുകൂടി തോലുമുട്ട ഇടത്തില്ല, നല്ല രീതി കട്ടിയായിട്ടുള്ള മുട്ട ഇടുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ തരുന്ന കോഴിയാണ്. നമുക്ക് ആഹാരവും വലിയതായിട്ടാണ് കൊടുക്കേണ്ടി വരത്തില്ല. കാരണം അവർക്ക് ഗുണമുള്ളത് ചെല്ലുന്നല്ലോ. നമ്മൾ വളർത്തിയാൽ മാത്രം പോരാ, നമ്മൾ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ്സും കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ അവർ അത്രയും നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻ തരും. ഇതെല്ലാം ഒരു ദിവസം മുടങ്ങാതെ ഇത് 10, ഈ മരുന്ന് 10, ഈ മരുന്ന് 10, പിന്നെ അടുത്ത് റിപ്പീറ്റ് ആയിട്ട് ഈ മരുന്ന് 10, അങ്ങനെ തുടർന്ന് കൊടുത്തിട്ട് 2 മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഇതിന് കൊടുക്കാമെങ്കിൽ വിരയുടെ അസുഖമില്ല, ഒരു രോഗങ്ങളും ഇല്ലാതെ നല്ല ആരോഗ്യമുള്ള നല്ല മുട്ട ഇതിനകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ഇട്ട് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു തരാം. മരുന്നുകളുടെ വിവരമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ ഞങ്ങൾ തൽക്കാലം നിർത്തുകയാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ട് ചോദിച്ചാൽ പറഞ്ഞു തരാം. ഉറപ്പായിട്ടും നിങ്ങളിത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം BB3 കോഴിയാണ് ഞാൻ വളർത്തുന്നത്. ഈ കോഴികൾക്ക് നല്ല എല്ലാ കോഴികൾക്കും ഈ മരുന്ന് നല്ലതാണ്. BB3 കോഴിക്കാണ് ഏറ്റവും ഒന്നുകൂടെ നല്ലത്. കാരണം അവരൊരുപാട് തരത്തിലുള്ള അസുഖം മരുന്നില്ല. ഇപ്പം എല്ലാവരും BB3 കോഴികളെ വളർത്തുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മരുന്ന് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. ഒരു അസുഖവും വരുന്നില്ല, കോഴി നന്നായി കൊണ്ടുവരും.